ഹായ്, എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളാണ്. ഇതിപ്പോൾ എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത്. ഇവിടെ കുറേ കടകൾ, കോളേജിൻ്റെ ഫ്രണ്ടിൽ മാത്രമല്ല, ഈ വഴിയെല്ലാം കുറേ കടകൾ വന്നിട്ടുണ്ട്. അവിടെ ആവശ്യത്തിന് കലം, തവി, വിശറി, അങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ട പൊങ്കാല കിറ്റ്, 1 കിലോയുടെ കിറ്റ്, 1/2 കിലോയുടെ കിറ്റ്, 1/4 കിലോയുടെ കിറ്റ്, അങ്ങനെ കുറേ കിറ്റ് സഹിതം. കിറ്റിനകത്താണെങ്കിൽ എല്ലാ സാധനങ്ങളും അരി, തേങ്ങ, ശർക്കര, നെയ്യ്, പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളുള്ള കിറ്റ് സഹിതം ഉണ്ടായിരുന്നേ. അപ്പം എനിക്ക് വേണ്ട കലവും സാധനങ്ങളുമൊക്കെ ഞാൻ പൊങ്കാല തലേന്ന് ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ വാങ്ങിയായിരുന്നു. പിന്നെ അരി സാധനങ്ങളെല്ലാം ഞാൻ അതും ആ തലേ ദിവസം തന്നെ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാൻ കിറ്റായിട്ടല്ലായിരുന്നു വാങ്ങിയത്. അരി 1/4 കിലോ അരി, 1/4 കിലോ ശർക്കര, 1/2 കിലോ ശർക്കരയാണ് വാങ്ങിയത്. 1/2 കിലോ ശർക്കര, പിന്നെ ഒരു തേങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം റെഡിയാക്കി ഞാൻ രാവിലെ തന്നെ 9 മണിയായപ്പോൾ തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കോളേജിൻ്റെ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വന്തം ഫ്രണ്ടിൽ തന്നെ നിന്നാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സ് 2 പേരോടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും പൊങ്കാല ഇട്ടത്. അപ്പം നമ്മൾ 10:15 ആയപ്പോൾ തന്നെ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് അരിയൊക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു. ആദ്യം നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ തിളയ്ക്കുന്ന ശേഷം നമ്മൾ അരി ഒഴിച്ചു, അരി കഴുകിയിട്ടു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിടുന്ന തേങ്ങ, അങ്ങനെ ഓർഡറിലൊക്കെ ഇട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേ. അപ്പോൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കാറ്റും പുകയും ഒക്കെ ചൂടൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് അക്ലിമറ്റൈസ്ഡായിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തേ. അപ്പോൾ ഒരു 10:15 തുടങ്ങിയിട്ട് 11 മണിയായപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും പൊങ്കാല പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇനി നേദിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ഫുഡ് അല്ലെങ്കിൽ ഈ പ്രിപ്പയർ ചെയ്ത പൊങ്കാല കഴിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ വീട്ടിൽ പോകാനൊക്കെ നമുക്ക് ഈ നേദിച്ച് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ 1 മണി വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥനയിലും, പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഫുള്ള് നിറച്ച ആൾക്കാരായിരുന്നു. ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. ആ വെയിലൊക്കെ സഹിച്ചിട്ടാണ് എല്ലാവരും വന്നിങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്നത്. അപ്പോൾ ഇത് പൊങ്കാല ഇടാൻ ഭയങ്കര അനുഗ്രഹമായിരുന്നു. എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേദിച്ചതിന് ശേഷമാണ് കുറേ ആൾക്കാർ ഫുഡ് കഴിച്ചത്. കാരണം കുറേ ആൾക്കാരൊക്കെ വ്രതം എടുത്ത് അത്ര നേരം ഫുഡ് കഴിക്കാനൊക്കെ തന്നെയായിരുന്നു എല്ലാവരും പൊങ്കാല ഉണ്ടാക്കിയത്. പിന്നെ നേദ്യം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പെട്ടെന്ന് തന്നെ അവരുടെ പൊങ്കാലയൊക്കെ എടുത്തിട്ട് വീട്ടിൽ തന്നെ പോയി. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പൊങ്കാല നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു നമ്മൾ ആദ്യം പൊങ്കാല ഇടുന്ന സമയത്ത്. അപ്പം അങ്ങനെ എല്ലാവരും ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് അങ്ങനെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.